അൻവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൻവർ ആരുടെ സ്പോയിലർ ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിപ്പോ യഥാർത്ഥത്തിൽ അൻവർ ആർക്കെതിരെയാണ് പോരടിക്കുന്നത്? അൻവറിന്റെ പോരാട്ടം തുടക്കത്തിൽ പിണറായിസത്തിനെതിരെയായിരുന്നു, മരുമോനിസത്തിനെതിരെയായിരുന്നു. ഇപ്പോ അതിനൊപ്പമോ അതിൽ കൂടുതലോ സതീശനിസത്തിനെതിരെയും അദ്ദേഹം പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇതിൽ ഏത് ഇസത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് അൻവർ കൂടുതൽ വോട്ട് പിടിക്കുക, അത് ഏത് മുന്നണിയുടെ വോട്ടാണ് കൂടുതൽ അൻവറിന്റെ പെട്ടിയിലേക്ക് വീഴുക? ഇതാണ് സത്യത്തിൽ നിലമ്പൂരിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഉയർത്തുന്ന ഏറ്റവും വലിയ കൗതുകവും ജിജ്ഞാസയും ആകാംക്ഷയും. അത് ഏത് മുന്നണിക്കാണ് സ്പോയിലറായിട്ട് മാറുക എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അൻവറിന് എന്തായാലും കുറച്ച് വോട്ടുകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 9 വർഷത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധങ്ങളും അതുപോലെ തന്നെ MLA എന്നുള്ള നിലയ്ക്കും അല്ലാതെയും വ്യക്തിപരമായിട്ടും ഒക്കെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽ കുറച്ചൊക്കെ വോട്ടുകൾ കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. അൻവർ ഇപ്പോ ചേലക്കരയിൽ പിടിച്ച 4000 വോട്ട് ആ രീതിയിലേക്കൊന്നും ചുരുങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കൂടിയ കടത്തിയുള്ള കണക്കൂട്ടലാണ്. ആ രീതിയിലേക്കൊന്നും അൻവർ മാറും അല്ലെങ്കിൽ അൻവറിന്റെ വോട്ട് ഷെയർ അത്രയും കുറയുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു വിജയ സാധ്യതയൊന്നും ഉണ്ടെന്ന് അൻവർ പോലും വിശ്വസിക്കുന്നില്ല. പക്ഷെ അൻവറിന് ചില കണക്കുകൾ, ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ കേട്ടാൽ, അതായത് ഇപ്പൊ ഇടതുപക്ഷം വിജയിച്ചാൽ പോലും UDF-ഉം അൻവറും കൂടി പിടിക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകളെക്കാൾ വളരെ കൂടുതലാണെങ്കിൽ പിണറായിസത്തിനെതിരായ വോട്ടുകളായിട്ട് അതിനെ കണക്കാക്കണമെന്ന് അൻവർ ഒരു കണക്ക് ഇന്നലെ അവതരിപ്പിച്ചു. ആ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അൻവർ ഒരു ജയസാധ്യതയൊന്നും അൻവർ പ്രതീക്ഷിക്കുന്നില്ല. UDF പരാജയപ്പെടും എന്നുള്ള രീതിയിൽ അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആര്യടൻ ഷൗക്കത്ത് ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹത്തിന് നിലമ്പൂരുകാരെ വോട്ട് ചെയ്യില്ല, അദ്ദേഹത്തിനെതിരെ നിരവധി ഘടകങ്ങളുണ്ട്, നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെയുള്ളതാണ് അദ്ദേഹം പറയുന്ന കണക്കിന്റെ കാതൽ. ഇതൊക്കെയാണെങ്കിലും ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുന്നത് ഒരു ഘട്ടം വരെ അൻവറൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘടകമാകാം. അൻവറിന്റെ പ്രസ്താവനകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടും, ചാനലുകളിൽ നിറയും, ചർച്ചയാകും. ഇതൊക്കെ വാസ്തവം തന്നെ. പക്ഷെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം അവിടെ അത് ഒരു തികഞ്ഞ രാഷ്ട്രീയ യുദ്ധമായി മാറും. ആ രാഷ്ട്രീയ യുദ്ധമായിട്ട് അത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വലിയൊരു പോരാട്ട വേദിയായിട്ട് അത് മാറും. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും അൻവർ ഒരു വിജയസാധ്യതയുള്ള, ജയിക്കാൻ സാധ്യത ഉള്ള അല്ലെങ്കിൽ ജയസാധ്യത ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് എന്നൊരു തോന്നൽ ശക്തമായാൽ തീർച്ചയായിട്ടും ജയസാധ്യതയുള്ള 2 മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് അന്തിമ നിമിഷത്തിൽ ഈ മത്സരം മാറും. അതിൽ ആർക്കാണ് മുൻതൂക്കം കിട്ടുക? ആർക്കാണ് ഭരണവിരുദ്ധ വികാരമാണോ, ഭരണാനുകൂല വികാരമാണോ, ഇടതുപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ, വികസന രാഷ്ട്രീയമാണോ വില പോവുക, അതോ UDF മുന്നോട്ട് വെക്കുന്ന വികസന, അതായത് കേരളത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത ഒരു ഭരണത്തിന്റെ ഒരു സർക്കാർ വിരുദ്ധ വികാരത്തിനാണ് പ്രാധാന്യം കിട്ടുന്നത്, അതോ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ വന്യജീവി സംഘർഷം പോലുള്ള വിഷയങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കിട്ടിയത്? നിലമ്പൂർ ബൈപ്പാസ് ഇതുവരെ പൂർത്തിയാകാത്ത അത്തരം ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF ഉയർത്തിപ്പിടിച്ച ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം, അങ്ങനെയുള്ള ആ വിഷയങ്ങൾക്ക് മുൻതൂക്കം കിട്ടുമോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയം മേൽത്തട്ടിലേക്ക് വരികയും അൻവർ ഉയർത്തുന്ന അതിവൈകാരികമായ പ്രശ്നങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അപ്രസക്തമാകുകയും ചെയ്തൊരു സാഹചര്യം ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞേക്കാം. പക്ഷെ അൻവർ സൃഷ്ടിക്കുന്നത് ഇപ്പോ വെറും ഒരു അൻവർ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ഒരു 4ാം മുന്നണിയിലേക്ക്, 3ാം മുന്നണി ഇപ്പൊ തന്നെ ഉണ്ട്, BJP നേതൃത്വം നൽകുന്ന NDA, 4ാം മുന്നണിയായിട്ട് അൻവറും അൻവറിനോടൊപ്പം ഇപ്പൊ പിന്തുണയ്ക്കും എന്ന് പറയുന്ന AAP അടക്കമുള്ള പിന്നെ ചെറിയ ചെറിയ സംഘടനകളെ ചെറിയ പോക്കറ്റുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന അത്തരം എന്താ പറയാ മറ്റു പലരോടുമുള്ള എതിർപ്പിന്റെ പേരിൽ രൂപം കൊള്ളുന്ന അത്തരം വൈകാരികമായിട്ട് ഉള്ള ചില സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ CPM-നെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള വികാരത്തിന്റെ പേരിൽ ചില പ്രാദേശിക തലത്തിലൊക്കെയുള്ള അത്തരം കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകളെ എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു അൻവർ വിചാരിക്കുന്ന ഒരു 20,000 വോട്ട് 25,000 വോട്ട് കിട്ടിയാൽ അൻവറിസത്തിന് ഒരു പ്രസക്തിയുണ്ട്. അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളി കുറെ കൂടി ശക്തമെന്ന് പറയേണ്ടി വരും. അപ്പൊ അത് അൻവർ ലക്ഷ്യമിടുന്ന അതാണ്. അല്ലാതെ ജയിക്കാനുള്ള സാധ്യത അൻവർ അത്ര ബുദ്ധിയില്ലാത്ത ഒരാളൊന്നും അല്ല. അൻവർ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിലൊക്കെ ഒക്കെ ഉള്ള പ്രാക്ടിക്കൽ സെൻസ് ഉള്ള, കോമൺ സെൻസ് ഉള്ള, ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ലക്ഷ്യം ജയിക്കാനല്ല, ചിലർ ജയിക്കാതിരിക്കാനാണ്. അതിൽ ഇനി അൻവർ ആര് ജയിക്കാതിരിക്കാനാണ് കൂടുതൽ
താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? സതീശൻ ജയിക്കാതിരിക്കാനാണോ അതോ പിണറായി ജയിക്കാതിരിക്കാനാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ്, സതീശനെ അല്ലെങ്കിൽ പിണറായിയാണോ സതീശനെയാണോ ബാധിക്കുക, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെയാണോ സ്വരാജിനെയാണോ ബാധിക്കുക? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവിടുത്തെ നിലമ്പൂരിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ അൻവർ അതിനുപയോഗിക്കുന്ന മാർഗങ്ങളും ഇന്ന് തന്നെ വലിയ ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് ഇരുമുന്നണിയിലെ നേതാക്കൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, അവർക്ക് തലയിൽ കൊണ്ടിട്ട് നടക്കേണ്ട രീതിയിലുള്ള പല കാര്യങ്ങളും തന്റെ കയ്യിലുണ്ട്. അതെല്ലാം താൻ പുറത്തുവിടും. തന്നെ പ്രകോപിപ്പിക്കരുത്, വെല്ലുവിളിക്കരുത്. അപ്പൊ അൻവറിന് ആരെയും വെല്ലുവിളിക്കാം, അൻവറിന് ആരെയും ഏത് സമയത്ത് വേണമെങ്കിലും എന്തും പറയാം. പക്ഷെ അൻവറിനെതിരെ പറഞ്ഞാൽ അദ്ദേഹം പലതും ചെയ്തു കളയും, ഇടപെട്ട് കളയും എന്ന രീതിയിലുള്ള ഒരു തരം പ്രത്യേക രീതിയിലുള്ള ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം അദ്ദേഹം പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല പ്രവൃത്തിയിലും അതിനൊന്നും മടിയില്ലാത്ത ഒരാളാണെന്ന് മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അൻവർ ചിലരെയൊക്കെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ കൂടുതൽ കളിക്കേണ്ട, എനിക്കെതിരെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീർത്ത് കളയും, നിങ്ങളെ അവസാനിപ്പിച്ചു കളയും, നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കി കളയും എന്നുള്ള രീതിയിലുള്ള വിരട്ടൽ രാഷ്ട്രീയവും ഇന്ന് അൻവറിന്റെ നാവിൽ നിന്ന് വീഴുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ നോക്കുമ്പോൾ അതൊരു വല്ലാത്ത ഒരു അഗ്ലി പൊളിറ്റിക്സിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമോ? ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത രീതിയിൽ അൻവർ ഈ പറഞ്ഞ തേജോവധത്തിന്റെയും അതുപോലെ തന്നെ അതിര് കടന്ന വ്യക്തി ആക്രമണത്തിന്റെയും ഒരു തലത്തിലേക്കൊക്കെ അൻവർ പോയാൽ നിലമ്പൂരിലെ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു നിലവാരക്കുറവ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തും കാണേണ്ടി വരുന്നൊരു അല്ലെങ്കിൽ എന്തിനും തയ്യാറെടുത്തിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലമ്പൂരിലേതെന്ന് വേണം പറയാൻ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, അൻവർ അവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അൻവറിന് രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാൻ കഴിയുമോ? അഥവാ പ്രസക്തി തെളിയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും അവസാനിക്കും. അപ്പോ മുന്നണികളെക്കാൾ ഇത് ജീവൻ മരണ പോരാട്ടം അൻവറിന് തന്നെയാണ്. അതിന് ഏതടവും അൻവർ പ്രയോഗിച്ചെന്ന് വരും. ആ അടവിൽ കാല് തെറ്റുന്നത് ആർക്കൊക്കെയാണ്? മുന്നണികൾക്കാണോ, നേതാക്കൾക്കാണോ, സ്ഥാനാർത്ഥികൾക്കാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലമ്പൂർ ഉയരുന്നുണ്ട്. അത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങളാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു എന്താ പറയാ, അൻവറിന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന വലിയ വെല്ലുവിളികളും ഉയരുന്നുണ്ട്. ഏതായാലും ഒരുപക്ഷെ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം തന്നെയാകും നിലമ്പൂരിൽ നടക്കുന്നത്. അതിൽ ആര് വീഴും ആര് വാഴും എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.